കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലെ ദീപസ്തംഭത്തിന് വലിയൊരു പ്രാധാന്യമാണ് നിലനിൽക്കുന്നത്. ക്ഷേത്രത്തിലെ പൂജാവിശേഷങ്ങളും വിശ്വാസങ്ങളും ഇതിനെ ചുറ്റിപ്പറ്റിയാണ് നിലനിൽക്കുന്നത്. ദീപസ്തംഭത്തിന്റെ പ്രധാന സവിശേഷതകൾ: ക്ഷേത്രത്തിലെ ഗർഭഗൃഹത്തിന് നേരെ മുന്നിലായി സ്ഥിതി ചെയ്യുന്ന വലിയ ദീപസ്തംഭത്തിന്റെ അടിഭാഗം ആമയുടെ തലയുടെ ആകൃതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ തൂണിന്റെ മധ്യഭാഗത്തായി പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഗണപതി വിഗ്രഹത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. നവരാത്രി ഉത്സവകാലത്ത് ക്ഷേത്രത്തിലെ പൂജകളും മറ്റ് ചടങ്ങുകളും ആരംഭിക്കുന്നത് ഈ ദീപസ്തംഭത്തിലിരിക്കുന്ന ഗണപതിയെ വിളിച്ചു പ്രാർത്ഥിച്ചുമാണ്. ഈ ദീപസ്തംഭത്തിന് 21 കേന്ദ്രീകൃത വൃത്തങ്ങളുണ്ട്. നവരാത്രി നാളുകളിൽ ഇതിലെ എല്ലാ വിളക്കുകളും തെളിയുമ്പോൾ ദൂരെ നിന്ന് നോക്കുന്ന ഭക്തർക്ക് ഇതൊരു ദിവ്യമായ മകരജ്യോതി പോലെ അനുഭവപ്പെടും. ദീപസ്തംഭവും ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലം ആദിശങ്കരാചാര്യരുടെ തപസ്സിനാൽ പവിത്രീകൃതമായതാണ്. ശങ്കരാചാര്യർ തപസ്സനുഷ്ഠിച്ച് ദേവിയെ പ്രീതിപ്പെടുത്തിയപ്പോൾ ഭഗവതി അദ്ദേഹത്തിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും അനുഗ്രഹം നൽകുകയും ചെയ്തു. തുടർന്ന് ദേവി ശങ്കരാചാര്യർക്ക് പിന്നാലെ വരാമെന്നും എന്നാൽ അദ്ദേഹത്തെ തിരിഞ്ഞു നോക്കരുതെന്നും ഒരു നിബന്ധന വെച്ചു. യാത്രക്കിടയിൽ ശബ്ദം കേൾക്കാതായപ്പോൾ ശങ്കരാചാര്യർ തിരിഞ്ഞു നോക്കുകയും അപ്പോൾ ദേവി അവിടെ തന്നെ പത്മാസനത്തിൽ ഉറച്ചു പോവുകയും ചെയ്തു എന്നാണ് വിശ്വാസം. ഈ സ്ഥലത്താണ് ആദിശങ്കരൻ പിന്നീട് ശ്രീചക്രവും മൂകാംബിക ദേവിയുടെ വിഗ്രഹവും പ്രതിഷ്ഠിച്ചത്. ക്ഷേത്രത്തിന്റെ പ്രവേശന കവാടത്തിന് മുന്നിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു നിർമ്മിതി കൂടിയാണ്. നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ഈ ദീപസ്തംഭം പ്രധാനമായും ഉത്സവങ്ങളിലും വിശേഷ ദിവസങ്ങളിലും ഈ സ്തൂപങ്ങളിൽ മുഴുവൻ തട്ടുകളിലും എണ്ണയൊഴിച്ച് ദീപങ്ങൾ തെളിയിക്കും. 100 കണക്കിന് തിരികൾ കത്തുമ്പോൾ ഇത് ക്ഷേത്രത്തിന് മനോഹരമായ ഒരു ദീപപ്രഭ നൽകും. ആദിശങ്കരാചാര്യർ ഈ ക്ഷേത്രത്തിൽ തപസ് അനുഷ്ഠിക്കുമ്പോൾ കാറ്റണയാതെ പ്രകാശിക്കുന്ന ഒരു ദീപത്തെക്കുറിച്ചുള്ള ദിവ്യദർശനം ലഭിച്ചതായി ഐതിഹ്യമുണ്ട്. ഈ സ്തംഭത്തിന്റെ പ്രകാശം ആ സാന്നിധ്യത്തെ ഓർമ്മിപ്പിക്കുന്നു. പരമ്പരാഗത ദ്രാവിഡ കേരളീയ ശില്പകലയുടെ സമ്മിശ്രണമാണ് ഇതിലുള്ളത്. മനോഹരമായ കൊത്തുപണികളോട് കൂടിയ തട്ടുകളായിട്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ദീപസ്തംഭത്തിന്റെ ഏറ്റവും മുകളിൽ പ്രകാശം പരത്തുന്ന ഭാഗം ഒരു വിരിഞ്ഞ താമരപ്പൂവിന്റെ ആകൃതിയിലാണ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്.